ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ നൈറ്റ് സിം എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് ഈ ക്രൈം ത്രില്ലറും മറ്റെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എന്തായാലും ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഇന്ന് ഈ ഒരു മൂവി ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ ഈ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നല്ലതുപോലെ കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ 1992 കാലഘട്ടത്തിലെ സമ്മേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കുടുംബമുണ്ട്. ഒരു വീടിനുള്ളിൽ റെബേക്ക എന്ന് പറഞ്ഞൊരു ചെറിയ പെൺകുട്ടി അങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് വെളിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് കണ്ണു തുറന്ന് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഇവരുടെ വീടിന്റെ മുറ്റത്തായിട്ട് ഒരു നീന്തൽ കുളമുണ്ട്. അങ്ങനെ അതിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ ബോട്ട് ആ ഒരു കുളത്തിൽ കിടന്നിങ്ങനെ ഓടുന്നു. അപ്പൊ ഇത് കാണുന്നതും റെബേക്ക പതിയെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് തന്റെ സഹോദരന്റെ മുറിയിലേക്ക് ഇങ്ങനെ ചെല്ലാണ്. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവളുടെ സഹോദരനെ അസുഖമായിട്ട് കിടക്കാണ്, എഴുന്നേൽക്കാനൊന്നും അധികം അങ്ങനെ കഴിയത്തില്ല. അപ്പോൾ തന്റെ സഹോദരന്റെ അടുത്തേക്ക് വന്നിട്ട്, ടോമിയോ, നിന്റെ കാണാതായ ബോട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്തായാലും നിനക്ക് വേണ്ടിട്ട് ഞാൻ അത് എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ് പെട്ടെന്ന് ഡോർ അടച്ച് അവൾ വെളിയിലേക്ക് ഇറങ്ങുന്നതും വെളിയില് അവളുടെ അമ്മ നിപ്പുണ്ട്. പക്ഷേ ആ ഒരു അമ്മ കാണാതെ അവള് പതിയെ വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു നീന്തൽ കുളത്തിനടുത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ റെബേക്ക ഓടി ആ ഒരു നീന്തൽ കുളത്തിന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ അത്രയും നേരം മുകളിൽ നിന്ന് ആ ഒരു ബോട്ട് ഇപ്പൊ കാണാനില്ല. ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കുളത്തിന് അടിയിലായിട്ടാണ് ആ ഒരു ബോട്ട് ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളൊരു കോരി എടുത്തോണ്ട് വന്നിട്ട് അത് വെച്ച് ഈ ഒരു ബോട്ട് എടുക്കാന്നും പറഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് ആ ഒരു ബോട്ട് ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവൾ അതിൽ പിടിച്ച് വലിച്ചിട്ട് ഈ ഒരു ബോട്ട് മുകളിലേക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതും അവൾ എന്തോ പിടിച്ച് വലിച്ച് താഴേക്കിടുന്നു. വെള്ളത്തിലേക്ക് വീണ റെബേക്ക മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവളുടെ അമ്മ അവിടെ അടുത്തായിട്ട് വന്നിങ്ങനെ നിൽക്കാണ്. അപ്പൊ അവളാണെങ്കിൽ കണ്ടിട്ട് പെട്ടെന്ന് മുകളിലേക്ക് വന്ന്, സോറി അമ്മ, അറിയാതെ പറ്റിയതാണ്, ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വരുമ്പോ അവിടെ അവളുടെ അമ്മയെ കാണാനില്ല. അങ്ങനെ എന്താണെന്നറിയാതെ റെബേക്ക വെള്ളത്തിൽ തന്നെ ഇങ്ങനെ കിടന്നിട്ട് ചുറ്റിനും നോക്കുന്നുണ്ട്. അതേ സമയം കാണിക്കുമ്പോ ആ ഒരു നീന്തൽ കുളത്തിലെ ലൈറ്റ് ഉണ്ടല്ലോ, അത് അണയുകയും കത്തുകയും ചെയ്യുന്നു. അവൾക്കാണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ പേടിയായി. ഓക്കെ, ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട, കരയിലേക്ക് കയറാന്ന് പറഞ്ഞിട്ട് അവൾ കരയിലേക്ക് നീന്തി വരുന്നതും പെട്ടെന്ന് ആ ഒരു ബോട്ട് ഇപ്പോൾ മുകളിലേക്ക് വന്ന് നിൽക്കുന്നു. ശരി, എന്തായാലും ബോട്ട് മുകളിലേക്ക് വന്നതല്ലേ, അതും എടുത്തിട്ട് പോകാന്ന് പറഞ്ഞ് ആ ഒരു ബോട്ടിനടുത്തേക്ക് നീന്തി വന്ന് അതും പിടിച്ചിട്ട് ഇങ്ങനെ പോകാനായിട്ട് വരുന്നതും പെട്ടെന്ന് എന്തോ ഒന്ന് അവളെ വലിച്ച് നീന്തൽ കുളത്തിന് അടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അവളാണെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആരും അത് കേൾക്കുന്നതുമില്ല. അവിടെ വെച്ച് ആ ഒരു പെൺകുട്ടിയെ കാണാതാവുകയും ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ഇവയും അവളുടെ ഭർത്താവ് നമ്മുടെ ഹീറോ റേയും പിന്നെ അവരുടെ 2 കുട്ടികളെ ഏലിയറ്റ്, ഈസി, ഇവർ 4 പേരും കൂടി ചേർന്നിട്ട് ഇപ്പൊ ഒരു പുതിയ വീട് വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതുമല്ല, റേ ആണെങ്കിൽ ഇതിനു മുന്നേ ഒരു ബേസ്ബോൾ ചാമ്പ്യൻ ആയിരുന്നു. പക്ഷെ എന്തോ ഒരു അസുഖം കാരണം അവൻ ഇപ്പോ ബേസ്ബോളിൽ നിന്നും വിരമിക്കേണ്ടിയും വന്നു. അതുമല്ല, തന്റെ തെറാപ്പിയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിന് അടുത്തായിട്ട് തന്നെ ഒരു വീട് കണ്ടുപിടിക്കാന്നുള്ള രീതിയിലാണ് അവരിപ്പോ ഈ ഒരു വീട് അന്വേഷിച്ച് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ വന്നിട്ട് ഒരു വീട് കാണുന്നു. വീട് കാണുമ്പോഴത്തേക്കും ആ ഒരു ബ്രോക്കർ സ്ത്രീ ആണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു വീടാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ അടുത്തൊരു സ്ഥലത്തേക്ക് വരുന്നതും പുതിയൊരു വീട് ഇങ്ങനെ കണ്ടുപിടിക്കും. ആ ഒരു വീടിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു വീട് നല്ല രീതിയിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ഒരു നീന്തൽ കുളമല്ലാണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് നല്ല സന്തോഷമായി. ഇതെന്തായാലും നല്ല കാര്യമാണല്ലോ എന്നുള്ള രീതിയിൽ അവർ ആ ഒരു നീന്തൽ കുളത്തിനടുത്തേക്ക് വന്നിട്ട് അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റേ പറയുന്നത്, ഹേയ്, ഈ ഒരു വീട്ടിൽ എന്തായാലും നീന്തൽ കുളമുണ്ട്. എന്റെ കുട്ടിക്കാലത്തിൽ സമ്പന്നരായിട്ടുള്ള വീടുകളിൽ മാത്രമേ നീന്തൽ കുളങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്തായാലും നല്ല കാര്യമാണെന്നെല്ലാം പറഞ്ഞിട്ട് അവരങ്ങനെ നിൽക്കുന്നതും ഇവരുടെ മകൻ ഏലിയറ്റ് ഇവയെ വിളിച്ചിട്ട്, അമ്മ, ഇവിടേക്ക് ഒന്ന് വരാമെന്ന് ചോദിക്കുന്നതും ഇവ അവിടേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ റേ മാത്രം ഇവിടെ ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ റേ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു നീന്തൽ കുളത്തിന് മുകളിലായിട്ടാണെങ്കിൽ വലിയ ടാർപ്പയെല്ലാം വിരിച്ചിട്ടുണ്ട്. പഴയ കുളമല്ലേ. അങ്ങനെ അത് നോക്കി നിൽക്കുന്നതും ടാർപ്പയുടെ മുകളിൽ എന്തോ ഒന്ന് കിടക്കുന്നത് കണ്ടിട്ട് അവൻ അത് കൈയെത്തി എടുക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്ന് കൈ ഇങ്ങനെ എത്തുന്നതും പെട്ടെന്ന് ഈ ഒരു ടാർപ്പ തെറ്റി വെള്ളത്തിലേക്ക് വന്ന് വീഴാണ്. വീഴുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് റേ ആണെങ്കിൽ ഈ ഒരു ടാർപ്പയ്ക്കുള്ളിലായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് മുകളിലേക്ക് നീന്തി കയറാനും കഴിയത്തില്ല. അങ്ങനെ റേ ആണെങ്കിൽ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന അതേ സമയത്ത് അവന്റെ പഴയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണുകയും ചെയ്യുന്നു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. പെട്ടെന്ന് അവൻ മുകളിലേക്ക് വന്നിട്ട് നേരെ കരയിലേക്ക് കയറി കിടക്കുന്നതും അങ്ങനെ ഇത് കണ്ടിട്ട് ഇവയും ബാക്കി എല്ലാവരും അവിടേക്ക് ഓടി വന്നിട്ട് റേനെ കൊണ്ട് നേരെ അവിടെ നിന്ന് പോവാണ്. അവനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവന്റെ അസുഖത്തിന്റെ ഭാഗമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ചെക്കപ്പും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇനിയിപ്പോ ഡയഗ്നോസിസിന്റെ 2ാമത്തെ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി കുറച്ചു കാലത്തേക്ക് ഈ ബേസ്ബോളും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ നോക്ക്, എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നത് പോലെ. അതുമല്ല, ഒരുപാട് തെറാപ്പിസ്റ്റുകളും നീന്താനായിട്ട് പറയുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ് എന്നിങ്ങനെ പറയുന്നതും ഇവരുടെ വീട്ടിലാണെങ്കിൽ നീന്തൽ കുളമുണ്ടല്ലോ, അതുകൊണ്ട് അത് നല്ല കാര്യമായി. അങ്ങനെ രണ്ടുപേരും തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ റേ ആണെങ്കിലും പറയുന്നുണ്ട്, ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കണ്ട ആ ഒരു വീട് തന്നെ നമുക്ക് സെലക്ട് ചെയ്താൽ പോരെ, അവിടെയാണെങ്കിൽ ഒരു നീന്തൽ കുളവുണ്ട്, നമുക്കത് വൃത്തിയാക്കി എടുക്കാം എന്നെല്ലാം പറഞ്ഞേ അവർ ആ ഒരു വീട് തന്നെ വാങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ ആ ഒരു വീട്ടിലേക്ക് താമസം മാറി. അതേപോലെ തന്നെ ഈസിനെ ഏലിയറ്റിനെയും അടുത്തുള്ള സ്കൂളുകളിൽ ചേർക്കുകയും ചെയ്തു. അതുമല്ല, ഈസി ആണെങ്കിൽ സ്കൂളിലേക്ക് ചെന്നിട്ട്
അവളുടെ കബോർഡിലെ ബുക്കും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് ഒരുത്തം വന്നിട്ട് ഹേയ് നിന്റെ കൈ ഒന്ന് മുകളിലേക്ക് ഉയർത്താൻ കഴിയോ, നിനക്ക് എത്ര ഉയരമുണ്ടെന്നുള്ള ചോദിക്കുമ്പോൾ അവൾ പറയും എന്തിനാന്ന് ചോദിക്കുമ്പോൾ നിന്റെ കൈ ഒന്ന് ഉയർത്ത് എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഉയർത്താൻ പറയുമ്പോഴത്തേക്ക് അവൻ പറയും നിനക്ക് വലിയ ചിറകുകളുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നതും ആ ഒരു അളിഞ്ഞ തമാശയിൽ അവള് വീണുപോയി അവന് ഇഷ്ടമായി. കൈ പൊക്കിയപ്പോഴത്തേക്കും വലിയ ചിറകുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഇനി നിങ്ങളെ കാമുകിയെ കാണാനായിട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്ക്, അടി കിട്ടാതെ സൂക്ഷിച്ചാൽ മതി. എന്തായാലും ഈ ഒരു മൂവിയിലെ പെണ്ണ് ഈ ഡയലോഗിലാണ് വീണത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവര് 4 പേരും കൂടി ചേർന്നിട്ട് ആ ഒരു നീന്തൽക്കുളം ഉണ്ടല്ലോ, ആ ഒരു നീന്തൽക്കുളം അങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റേ എന്താ ചെയ്യുന്നത് വെച്ചാല് ആ പൂളിനടിയിലെ ഒരു ഭാഗം, ഈ വെള്ളം എല്ലാം പോകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ തുറന്നു വിടാനായിട്ട് വരുന്നതും അവന്റെ കൈ പെട്ടെന്ന് മുറിയും. എന്നിട്ട് ഒരുപാട് രക്തം അതിനുള്ളിലേക്ക് ഇങ്ങനെ വീഴുന്നതും ആ ഒരു രക്തമല്ല എന്തോന്ന് വലിച്ചെടുക്കുന്നത് പോലെ. അങ്ങനെ എല്ലാവരും വന്നിട്ട് അവന്റെ കൈ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഹോളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരികയാണ്. ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ അടുത്ത ദിവസം ഒരു ടെക്നീഷ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്താണ് കാര്യം ചോദിക്കുമ്പോൾ അയാൾ പറയും ഈ ഒരു നീന്തൽക്കുളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അത് ഈ നീന്തൽക്കുളത്തിന് അടിയിൽ നിന്ന് വരുന്ന ഭൂഗർഭ ജലം ഉണ്ടല്ലോ, അതാണ് ആ ഒരു രീതിയിലാണ് ഈ ഒരു നീന്തൽക്കുളം തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അടുത്തുള്ള നീരുറവകള് ഇതിൽ നിന്നെല്ലാം ഈ ഒരു നീന്തൽക്കുളത്തിലേക്ക് വെള്ളം ശേഖരിക്കാൻ കഴിയും. ആ ഒരു രീതിയിലാണ് ഈ ഒരു നീന്തൽക്കുളം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ അവര് നീന്തൽക്കുളം നല്ല ഇതിൽ വൃത്തിയാക്കി വെള്ളമെല്ലാം നിറച്ചിട്ട് 4 പേരും നല്ല ഇതിൽ അതിനകത്ത് കിടന്ന് നീന്തി രസിക്കുകയാണ്. അതുമല്ല നമ്മുടെ റേക്കാണെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സാധാരണ അവൻ വടിയും കുത്തിയാണ് നടക്കുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു വെള്ളത്തിന് ഇറങ്ങിയപ്പോഴത്തേക്കും അവനിപ്പോ നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഈവ ഉണ്ടല്ലോ, അവൾ ഈ ഒരു നീന്തൽക്കുളത്തിൽ ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവള് നീന്തിക്കൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് ഇവർ വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്. അത് ഈ ഒരു നീന്തൽക്കുളത്തിന്റെ കരയിലേക്ക് വന്ന് അങ്ങനെ അവളെ നോക്കി കരയുമ്പോഴത്തേക്കാണ് അവൾ ചോദിക്കുന്നത് ഹേയ് നിനക്ക് എന്താ പറ്റിയേ, ആഹാരം വല്ലതും വേണോ എന്നെല്ലാം എന്നെ ചോദിക്കുമ്പോൾ ആ ഒരു പൂച്ചയാണെങ്കിൽ ഒരുപാട് നേരം അവളെ നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിയങ്ങ് പോകും. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് കരഞ്ഞതെന്നൊന്നും ഇപ്പോഴും അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൾ അതൊന്നും കാര്യമാക്കാതെ ഈ ഒരു നീന്തൽക്കുളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് അങ്ങനെ നീന്താണ്. എന്നിട്ട് അവിടെ തൊട്ട് വീണ്ടും തിരിച്ചു വരും, പിന്നെയും മറുവശത്തേക്ക് നീന്തും. ഇങ്ങനെ ഒരുപാട് നേരം നിർത്താതെ അവൾ അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയം പെട്ടെന്ന് മുകളിലേക്ക് നോക്കുന്നതും അവൾ അങ്ങ് കണ്ട് പേടിച്ചു പോവും. അപ്പൊ അവൾ പറയും റേ വെറുതെ തമാശ കളിക്കല്ലേ എന്നും പറഞ്ഞിട്ട് വെള്ളത്തിന് മുകളിലേക്ക് നോക്കുമ്പോ ആഹാ അവനെ അവിടെ കാണാനില്ല. ഇപ്പൊ മുന്നിൽ വന്ന് നിന്നവനെ എവിടെ പോയി എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ചുറ്റും നോക്കി പെട്ടെന്ന് പേടിച്ച് വീടിനകത്തേക്ക് കയറിയിട്ട് ഇനി കുട്ടികളാരെങ്കിലും എന്തെങ്കിലും ചെയ്തോന്നറിയാൻ വേണ്ടി റൂമിലേക്കെല്ലാം ചെന്ന് നോക്കുമ്പോഴത്തേക്കും 2 കുട്ടികൾ റൂമിൽ തന്നെയുണ്ട്. അതുമല്ല അവളുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ റേ ആണെങ്കിൽ അവിടെ കിടന്ന് TV കാണാണ്. അതുമല്ല അവൻ നല്ല ഉറക്കം. അങ്ങനെ അവള് ചെന്നിട്ട് TV ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അവ എഴുന്നേറ്റിട്ട് പറയും ഇവ നീ എവിടെ പോയിരുന്നു, ഞാൻ നല്ല ഉറക്കമായിപ്പോയി എന്നിങ്ങനെ പറയുമ്പോൾ അവള് പറയും അല്ല അപ്പോ നീ നീന്തൽക്കുളത്തിലേക്ക് വന്നില്ലായിരുന്നു. ഇല്ല ഞാൻ ഇവിടെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു, കുറച്ച് മയങ്ങിപ്പോയി എന്നിങ്ങനെ പറയുന്നതും ഇനിയിപ്പോ അവൾക്ക് തോന്നിയതാണോ എന്താണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അതേ സമയം ഇവിടെ ആ ഒരു നീന്തൽക്കുളത്തിനടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു നീന്തൽക്കുളത്തിലെ ഇപ്പോ വർഷങ്ങൾക്ക് മുന്നേ കണ്ടിരുന്ന ആ ഒരു ചെറിയ ബോട്ട് ഉണ്ടല്ലോ, ആ ഒരു ബോട്ട് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അതേ സമയം കാണിക്കുമ്പോൾ ആ ഒരു പൂച്ച ഈ നീന്തൽക്കുളത്തിനടുത്ത് നിന്ന് ചാടാനായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് മുകളിൽ നിന്നിട്ട് ഈ ഒരു ബോട്ടിനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബോട്ടാണെങ്കിൽ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി ഈ ഒരു പൂച്ചയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇതാണെങ്കിൽ പ്രത്യേക രീതിയിലൊരു ശബ്ദം ഉണ്ടാക്കി കരയുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഏലിയറ്റ് ഉണ്ടല്ലോ അവന്റെ പൂച്ചയാണത്. അവനാണെങ്കിൽ ആ ഒരു പൂച്ചയുടെ പേര് വിളിച്ചിട്ട് വീടിന്റെ ചുറ്റും നടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പൂച്ചയെ ഇപ്പൊ കാണാനില്ല. അപ്പൊ ഇവർ 4 പേരും വീടിന്റെ ചുറ്റും നോക്കുന്നുണ്ട്. ഇവ പറയും ഒരുപക്ഷെ അവൻ പേടിച്ചിട്ട് മരത്തിന് മുകളിലും എല്ലാം കയറിയിരിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ നീ വിഷമിക്കണ്ട, എന്തായാലും അവൻ ആഹാരം കഴിക്കാനായിട്ട് സമയമാകുമ്പോഴത്തേക്ക് ഇവിടേക്ക് വരും, പേടിക്കണ്ടെന്നെല്ലാം പറഞ്ഞ് ഇവരങ്ങനെ ചുറ്റി നടക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു നീന്തൽക്കുളത്തിന് അടുത്ത് നിന്നും ആ പൂച്ചയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു ബെൽറ്റ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ ബാക്കിയുള്ള 3 പേരും പൂച്ച എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കാണും എന്നുള്ള രീതിയിൽ ചുറ്റിനും നടക്കുന്ന സമയത്ത് റേ ആണെങ്കിൽ ആ ഒരു ബെൽറ്റ് അങ്ങനെ കൈകൊണ്ടെടുത്ത് അവൻ നേരെ റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാണ്. അങ്ങനെ അവിടേക്ക് കൊണ്ടുവന്ന് അവന്റെ കൈക്ക് എന്തോ ഫീൽ ചെയ്തിട്ട് പെട്ടെന്ന് ആ ഒരു മുറിഞ്ഞ ഭാഗം ഉണ്ടല്ലോ ആ ഒരു കെട്ട് അങ്ങനെ അഴിച്ചു നോക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. അവന്റെ കയ്യിൽ ആ ഒരു മുറിവ് ഇപ്പൊ കാണാനില്ല. കാരണം ഇപ്പോ 2 ദിവസമായതേ ഉള്ളൂ ഇവർ ഈ വീട്ടിലേക്ക് വന്നിട്ട്. ഒരു ദിവസം മുന്നെയാണ് അവന്റെ കൈ മുറിഞ്ഞത്. പക്ഷെ ഇത്ര പെട്ടെന്ന് ആ ഒരു മുറിവ് മാറണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൻ അറിയുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യം അവൻ വീട്ടിൽ ആരോടും പറയത്തില്ല. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ നീന്തൽക്കുളത്തിലെ ഒരു മൂടി വേണം. അതിന് വേണ്ടിയിട്ട് വലിയൊരു മൂടി ഇവർ കൊണ്ടുവന്ന് അതെങ്ങനെയാണ് മൂടുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഏലിയറ്റിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അതുമല്ല ഈ വീട്ടിൽ താമസിക്കാൻ വന്നതിന് ശേഷം റേയുടെ അസുഖത്തിൽ നല്ല മാറ്റമുണ്ട്. അതിനെപ്പറ്റി ഇവയും ഇസയും സംസാരിക്കാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും ഇവയാണെങ്കിൽ ആ ഒരു നീന്തൽക്കുളത്തിൽ കിടക്കുന്നത് പോലെ സ്വപ്നം കണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ശബ്ദം കേട്ട് വെളിയിലേക്ക് ജനാല വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ റേ ആണെങ്കിൽ ഇപ്പൊ അവരുടെ ആ ഒരു കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇവർ ആശുപത്രിയിലേക്ക് ചെന്നിട്ട് അവന്റെ കയ്യിൽ ആ ഒരു മുറിവ് മാറിയല്ലോ, ആ ഒരു കാര്യത്തെ പറ്റി ഡോക്ടറിനോട് പറഞ്ഞ് ഇതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടറിന് ഇത് മനസ്സിലാവുന്നില്ല. ഇത്ര പെട്ടെന്നല്ല ഈ ഒരു മുറിവ് മാറണമെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയുന്നില്ല. ഡോക്ടർ പറഞ്ഞതുപോലെ ആ ഒരു തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ നീന്താൻ തുടങ്ങി. അതിനുശേഷമാണ് എന്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഇവ പറയും
അതുപോലെ ഞങ്ങളുടെ ഡയറ്റിലും ഫുഡിലെല്ലാം ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് നീ ഒരു ഡോക്ടറിന് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ ആ ഒരു വീട്ടിൽ താമസിക്കാൻ വന്നതിന് ശേഷം ഇതേപോലെ തെറാപ്പിയുടെ ഭാഗമായിട്ട് ആ ഒരു നീന്തൽക്കുളത്തിൽ നീന്താൻ തുടങ്ങിയതിന് ശേഷം റേയ്ക്ക് ഒരുപാട് മാറ്റം ഉണ്ടായെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഏലിയറ്റ് റേയെ കാണാൻ വന്നിട്ട്, അച്ഛാ എന്നോടൊപ്പം നീന്തൽക്കുളത്തിലൊന്ന് വരാൻ കഴിയൂ? അമ്മ പറഞ്ഞു ഒറ്റയ്ക്ക് അവിടേക്ക് പോകണ്ടെന്ന്. അതുകൊണ്ടാ ഈ ഒരു കോയിൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും റേ ആണെങ്കിലും വർക്കൗട്ട് എല്ലാം ചെയ്തിട്ട് ഓക്കെ ശരി ഞാൻ ഇപ്പൊ തന്നെ വരാം, ഈ ഒരു കോയിൻ വെച്ചോ എന്നും പറഞ്ഞ് ഒരു കോയിൻ എടുത്തിട്ട് അതിനകത്തൊരു സ്മൈൽ ഇങ്ങനെ വരച്ച് അവന്റെ കൈ കൊടുത്ത് ഇത് കുളത്തിലേക്ക് കൊണ്ടിട്ടോ ഞാൻ വന്ന് കണ്ടുപിടിക്കാന്നും പറഞ്ഞ് അവനെ പറഞ്ഞിട്ടാണ് അവനോട് ഇങ്ങനെ പറയും, ഏലിയറ്റ് അധികം ആഴമുള്ള ഭാഗത്തേക്ക് പോകരുത്, കുഴിയില്ലാത്തടത്ത് വേണം കളിക്കാന്നും പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നതും അവൻ ആ ഒരു കോയിൻസും കൊണ്ട് കുളത്തിനടുത്ത് ഇങ്ങനെ ചെല്ലാണ്. അതുപോലെ ഈ കോയിൻസ് നേരെ വെള്ളത്തിനടിയിലേക്ക് ഇട്ടിട്ട് അത് പോയി കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വരണം. അതാണ് ഒരു ഗെയിം. അങ്ങനെ ഏലിയറ്റ് ആണെങ്കിലും അവന്റെ കയ്യിലുള്ള ആ ഒരു സൂപ്പർമാന്റെ പാവ വെച്ചിട്ട് വെള്ളത്തിനടിയിൽ ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു കോയിൻ ഇങ്ങനെ വന്ന് വെള്ളത്തിലേക്ക് വീഴുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും റേ ആയിരിക്കും തന്റെ അച്ഛനാണെന്ന് വിചാരിച്ച് അവൻ ആ ഒരു കോയിൻ എടുക്കാനായിട്ട് മുന്നോട്ട് ചെല്ലും. അവൻ അങ്ങനെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ചുറ്റും ആരെ കാണയില്ല. പക്ഷെ ഈ ഒരു കോയിൻ എങ്ങനെയാണ് വീണതെന്ന് അവൻ അറിയാനും കഴിയുന്നില്ല. അങ്ങനെ എന്തായാലും കോയിൻ എടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വെള്ളത്തിനടിയിലേക്ക് ചെന്ന് ആ ഒരു കോയിൻ അങ്ങനെ എടുക്കുന്ന സമയത്താണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചരിഞ്ഞാണുള്ള ഈ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മറ്റൊരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ആഴമായിരിക്കും. അങ്ങനെ അവൻ ഈ ഒരു കോയിൻ എടുക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ അടുത്തൊരു കോയിൻ കുറച്ചുകൂടി മുന്നിലേക്ക് വന്ന് വീഴുന്നു. ശരി അതും എടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു കോയിനെ നീന്തി എടുക്കുന്നതും അടുത്തൊരു കോയിൻ കുറച്ചുകൂടി മുന്നിലേക്ക് ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ ഇവനാണെങ്കിലും ഒന്നും അറിയുന്നില്ല. എന്തായാലും പോയി എടുക്കാന്ന് പറഞ്ഞ് ആ ഒരു കോയിനെ നീന്തിയെടുത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ ഏതൊരു പെൺകുട്ടി അവിടെ നിൽക്കുന്നത് പോലെ ഏലിയറ്റ് ആണെങ്കിൽ പൊങ്ങി മുകളിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണാനില്ല. അതുമല്ല മറ്റൊരു സൈഡിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഏതോ ഒരു പെൺകുട്ടി ഇങ്ങനെ വിളിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയും, ഈസി ഇത് നീയാണോ? നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും വെള്ളത്തിനടിയിലേക്ക് പോകണം, അപ്പോഴേക്കും നീ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ആ ഒരു വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ മുങ്ങിപ്പോയിട്ട് ഇവിടെ ചാടാനായിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതിനടിയിലേക്ക് നീന്തി കയറി അവള് കാണാതെ എങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈസി ആണെങ്കിൽ അവളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് നിൽക്കുന്നതും അതിന് മുകളിലൂടെ ആരോ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പൊ അവനാണെങ്കിലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കാണ്. അതുപോലെ വെള്ളത്തിനടിയിൽ നിന്ന് കാണിക്കുമ്പോഴത്തേക്കും ആരോ ഒരാൾ മുകളിൽ വന്ന് നിൽപ്പുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഏലിയറ്റ് ആണെങ്കിൽ പെട്ടെന്ന് അതിന് മുകളിലേക്ക് ചാടി വന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ഇപ്പൊ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി, പ്രേതം കളിക്കുന്ന ഏതോ ഒരു പ്രേതമാണ് ഇതെല്ലാം കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ചെറിയ പയ്യന് ഇത് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ അവൻ വെള്ളത്തിലെ അവിടെയെല്ലാം നോക്കി എന്താണെന്ന് അറിയാൻ കഴിയാൻ നിൽക്കുമ്പോഴത്തേക്കും മറ്റൊരു വശത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം പോകാനായിട്ട് ചെറിയൊരു ഹോള് പോലെ ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ പറയാണ്, ഹേയ് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയോ? എനിക്കൊരു സഹായം വേണം, ഞാൻ എന്റെ അമ്മയെ അന്വേഷിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഏലിയറ്റ് പതിയെ നീന്തി അടുത്തേക്ക് ചെന്നിട്ട് അല്ല നീ ആരാന്ന് ചോദിക്കുമ്പോ ആ ഒരു പെൺകുട്ടി പറയും, എന്റെ പേര് റെബേക്ക സമേഴ്സ് എന്നാണ് എന്നിങ്ങനെ പറയുന്നതും സത്യം എന്തായാലും നമുക്കറിയാലോ, റെബേക്ക എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ പെൺകുട്ടിയാണ് സ്റ്റാർട്ടിംഗ് സീനിൽ വെള്ളത്തിൽ വീണ് മരിച്ചത്. എന്റെ പൊന്നു ഏലിയറ്റ് മോനെ അങ്ങോട്ട് പോരുത്, പോയാൽ നിന്റെ കാര്യം കഴിയുമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും അവൻ അടുത്തേക്ക് ചെല്ലുന്നതും അവിടെ നിന്ന് ആ ഒരു ശബ്ദം പറയും, നിന്റെ കളിപ്പാട്ടം ഞാൻ കണ്ടുപിടിച്ചതേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു സൂപ്പർമാന്റെ പാവയുണ്ടല്ലോ അതിങ്ങനെ കാണിക്കുമ്പോ ഏലിയറ്റ് അതിങ്ങനെ കൈയിട്ട് ആ ഒരു പാവ വലിച്ചിങ്ങനെ എടുക്കാണ്. അങ്ങനെ വലിച്ചു പുറത്തേക്ക് എടുക്കുമ്പോൾ അതെന്തോ ഒരു മുടിയിൽ ചുറ്റിയിരിക്കുന്നു. അങ്ങനെ അവൻ കുറച്ചുകൂടി വലിച്ചെടുക്കുന്നതും പെട്ടെന്ന് ആ ഒരു മുടിയിൽ നിന്ന് ഒരു കൈ വന്നിട്ട് അവന്റെ കയ്യിലേക്ക് പിടിച്ച് വലിച്ചിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് തന്നെ വിടെന്ന് പറഞ്ഞ് വലിച്ചു കളഞ്ഞ് കുളത്തിൽ നിന്ന് കരയിലേക്ക് ഇങ്ങനെ നീന്തും. എന്നിട്ട് അവൻ പേടിച്ച് കരയിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ ഇവ അവിടേക്ക് വന്നിട്ട് ഏയ് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ റെബേക്ക എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് എന്നോട് സംസാരിച്ചത്, അവളുടെ അമ്മയെ അന്വേഷിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവ ചോദിക്കും, ഹേയ് നീ എന്താ ഈ പറയുന്നേ, ഇവിടെ ആരും ഇല്ലല്ലോ, അല്ല ഞാൻ അവിടെ കണ്ടിരുന്നു എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇവയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം റേയോട് പറയുമ്പോഴത്തേക്കാണ് റേ പറയുന്നത് ഒരുപക്ഷെ അവൻ തമാശയ്ക്ക് വേണ്ടിയിട്ട് അത് പറയുമായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്വയം മറ്റുള്ളവരോട് സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ, ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ ഇവയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതേപോലെ ഒരു ചെറിയൊരു അനുഭവം അവൾക്കും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ പറയുന്നത് ഇല്ല എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും റേ അത് വലിയ കാര്യമാക്കുന്നില്ല. റേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ അവൻ ഇവിടെ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ശരി എന്തായാലും നമുക്ക് അവനെ വെളിയിലേക്ക് കൊണ്ടുപോകാന്നും പറഞ്ഞ് അടുത്ത ദിവസം ഏലിയറ്റിനെ കൊണ്ട് ഈ ഒരു ബേസ്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ടിലേക്ക് ചെന്നിട്ട് അവനെ വെച്ച് ബേസ്ബോൾ എല്ലാം കളിപ്പിക്കുന്നു. അതേപോലെ തന്നെ അവൻ 1-2 സുഹൃത്തുക്കളെ കിട്ടുകയും ചെയ്യുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ റേ ഇപ്പൊ ഒരുപാട് നാളായി അവൻ ബേസ്ബോൾ കളിച്ചിട്ട് അതുകൊണ്ട് തന്റെ അസുഖം ചെറിയ രീതിയിൽ മാറുന്നുണ്ട്, എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ബാറ്റ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം പറയുന്നുണ്ട്, ഏയ് അദ്ദേഹം നല്ല മികച്ചൊരു പ്ലെയർ ആണെന്നെല്ലാം പറഞ്ഞ് ഈ കുട്ടികളെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുന്നതും ബോൾ എറിയുന്ന സമയത്താണ് റേ പെട്ടെന്ന് ബാറ്റ് എടുത്ത് അടിക്കുന്ന സമയത്ത് അവന്റെ ബാലൻസ് തെറ്റി നേരെ താഴേക്ക് ഒന്ന് വീഴും. അപ്പൊ ബാക്കിയെല്ലാവരും ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ലില്ല എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ ആ ഒരു ബോൾ എറിയുന്നതും റേ അങ്ങനെ ബാറ്റ് വീശി ഒരു ഒറ്റയടി. സത്യം പറഞ്ഞാൽ ആ ഒരു ബോൾ പോണ സ്പീഡ് എന്ന് പറഞ്ഞാല് വിശ്വസിക്കാൻ കഴിയാത്ത സ്പീഡിൽ നേരെ ചെന്ന് അവിടെയുള്ള ഒരു ലൈറ്റ് ഉണ്ടല്ലോ അതിലേക്ക് വന്നെങ്കിൽ ഇടിക്കും. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകും. കാരണം അസുഖമായിട്ട് കിടക്കുന്ന ഒരാൾക്ക് അതുപോലെ ഇത്രയും സ്പീഡിന് ഒരാളെ കൊണ്ട് ബോൾ അടിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ റേ ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴും ആ ഒരു നീന്തൽ കുളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ആ ഒരു കാര്യം ഇവയാണെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ട്.
അങ്ങനെ അത് കഴിഞ്ഞ് മറ്റൊരു ദിവസം രാത്രി ഇവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് വേറെ എന്തോ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് വെളിയിലേക്ക് പോകുന്ന സമയത്താണ് ഈസി നേരെ എലീറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്ന് രാത്രി ഇവിടേക്ക് ഒരാൾ വരാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൻ പറയും ആ കുഴപ്പമില്ല, അല്ലാതെ എന്റെ ഒരു ഫ്രണ്ടാണ്, ഒരാളെ ഉള്ളതെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ ശരി എന്ന് പറയട്ടെ അത് ആരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കും അയ്യടാ അത് ഈസിയുടെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ മറ്റേ അളിഞ്ഞ കോമഡി അടിച്ച അവനായിരുന്നു. ഇപ്പൊ ഇവര് രണ്ടുപേരും നല്ല കാമുകന്മാരായി. അതുകൊണ്ട് വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് അവൻ ഇവിടേക്ക് വിളിച്ചതാണ്. എന്നിട്ട് രണ്ടുപേരും ആ ഒരു കുളത്തിൽ കിടന്നിട്ട് ഒരു ഗെയിമുകളൊക്കെ ഇങ്ങനെ കളിക്കും. വേറെ ഒന്നുമല്ല, രണ്ടുപേരും കണ്ണടച്ച് നിന്നിട്ട് മറ്റൊരാളെ കണ്ടുപിടിക്കുക. ഇത് തന്നെയാണ്. അങ്ങനെ ഈസിയുടെ കൂടെ എത്തുമ്പോഴത്തേക്കും അവൻ എന്താ ചെയ്തെന്ന് വെച്ചാല് പതിയെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി ഈ ഒരു കുളത്തിൽ നിന്ന് അവൻ കരയിലേക്ക് കയറും. ഈസിയാണെങ്കിൽ ഇത് അറിയുന്നില്ല. അങ്ങനെ അവൻ കരയിലേക്ക് കയറിയിട്ട് ഇങ്ങനെ മാറി പോകുന്നതും അവളാണെങ്കിൽ കണ്ണടിച്ചിട്ട് ഹേയ് നിന്നെ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണെന്നെല്ലാം പറഞ്ഞ് നടക്കുന്നതും പെട്ടെന്ന് മുന്നിൽ കാണിക്കുമ്പോൾ ആരോ ഒരാളിങ്ങനെ നിൽക്കുന്നത് പോലെ ആ നിന്നെ ഞാൻ കണ്ടു എന്നും പറഞ്ഞ് നേരെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണയില്ല. അതേസമയം തന്നെ കുളത്തിലെ ലൈറ്റ് ഉണ്ടല്ലോ അത് അണയുകയും കത്തുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഇതിനിടയ്ക്ക് ഈ ഒരു ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രേതത്തിന്റെ സമയം എവിടെ നിന്ന് കിട്ടുന്നതെന്തോ. അങ്ങനെ ഈസി ആണെങ്കിലും അവിടെ നിന്നിട്ട് ഹേയ് നീ എവിടെ ഒളിച്ചിരിക്കുന്നത്, നിന്നെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നതും അങ്ങനെ കാണിക്കുമ്പോ ആഹാ അവളുടെ പുറകെ ഇതാവുന്ന നിൽക്കുന്ന ഒരു രൂപം, കണ്ണൊന്നുമില്ലാത്ത അവളുടെ പുറകെ വന്നിട്ട് പോളോ ഇതിങ്ങനെ പറയുന്നതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ അതിനെ കാണാനില്ല. പോളോ പറയും നിന്നെ ഒന്ന് പിടിച്ചേ മതിയാവുള്ളെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിനടിയിലേക്ക് മുങ്ങി ഇങ്ങനെ പോവാണ്. പക്ഷെ അടിയിലുള്ളത് മൊട്ടത്തലയും പ്രേതമാണെന്ന് അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അവൾ ഒരുപാട് നീന്തി അടിയിലേക്ക് ഇങ്ങനെ പോകുന്നതും അവനെ അവിടെ എവിടെയും കാണാത്തതുകൊണ്ട് അവൾ അങ്ങനെ എല്ലാ സൈഡിലും നോക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് എന്തോ ഒരു കുമിള ഇങ്ങനെ വരുന്നു. എന്നിട്ട് പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ കുമിളയുടെ കൂടെ മൊട്ടത്തലയും പ്രേതമുണ്ടല്ലോ അത് വന്ന് അവളുടെ കാലിലേക്ക് പിടിച്ച് താഴേക്ക് വലിച്ചെടുത്തോണ്ട് പോവാണ്. അങ്ങനെ അവളാണെങ്കിലും പേടിച്ച് അതിനെ ചവിട്ടി കളഞ്ഞ് മുകളിലേക്ക് നീന്തി വരുന്നതും ആ ഒരു ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഓടി വന്നിട്ട് ഹേയ് നീ ഇതിന് അടിയിലേക്ക് പോയത്, ഞാനിവിടെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം പറയുന്നതും അവൾ ഇല്ലില്ല എന്റെ കാലാരോ പിടിച്ച് വലിച്ചെന്ന് പറയുമ്പോ ഹേയ് അതിന് ഞാൻ കരയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, വെള്ളത്തിനടിയിൽ നീ കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാൻ വെള്ളത്തിനടിയിൽ മറ്റൊന്നും കണ്ടില്ല, ഒരു നിന്റെ കാല് ആ ക്ലീനറിൽ കുടുങ്ങിയതായിരിക്കും, അതായിരിക്കും നിനക്ക് അങ്ങനെ തോന്നിയത് എന്ന് അവൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്തായാലും മുകളിൽ നിന്ന് ഒരാൾ കണ്ടിട്ടുണ്ട്, അവൻ നോക്കുമ്പോഴത്തേക്കും വേറെ ഒന്നും കണ്ടിട്ടില്ല, അങ്ങനെയാണെങ്കിൽ വെള്ളത്തിനടിയിൽ ആരും ഉണ്ടാവത്തില്ല, അവൾക്ക് അത് തോന്നിയതാണെന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഇവിടേക്ക് വരുന്നതും അവൾ അവനോട് പറയും ഹേയ് അച്ഛനും അമ്മ ഇവിടേക്ക് വന്നു, നീ ഇവിടേക്ക് വരുന്ന കാര്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പുറകിലത്തെ ഗേറ്റ് വഴി ഓടിക്കുമെന്നും പറയുന്നതും അവൾക്കൊരു ഉമ്മയും കൊടുത്തിട്ട് അവനൊരു ഒറ്റ ഓട്ടം. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ഏലിയേറ്റ് ഈസിയെ കാണാനായിട്ട് അവളുടെ മുറിയുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് ഈസി നീ അവിടെ എന്തോ കണ്ടെന്ന് എനിക്കറിയാം, അതേ കാര്യം തന്നെ ഞാനും കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഏലിയേറ്റ് പറയും നീ ഇതിപ്പോ വെളിയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ട് വന്ന കാര്യം ഞാൻ അച്ഛനോടും അമ്മയോട് പറയും എന്ന് പറയുന്നത് അവൾ പെട്ടെന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് വന്നിട്ട് ഓക്കെ ശരി നീ ഇപ്പൊ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതെ നമ്മൾ ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ ആ ഒരു നീന്തൽ കുളത്തിലെ നീന്തിയതിന് ശേഷമാണ് എല്ലാത്തിനും മാറ്റം വന്നത്, അച്ഛന് അസുഖം ഭേദാവുന്നു എന്നെല്ലാം പറയുമ്പോൾ ഈസി പറയും അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞു വരുന്നത് ആ നീന്തൽ കുളമാണ് അച്ഛനെ ഭേദമാക്കിയതെന്നാണോ, അതല്ല അവിടെ എന്തോ പ്രേതമുണ്ടെന്ന് അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് രണ്ടും ആവാനും സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഈസി എഡിറ്റിനോട് പറയും ദേ ഇതിനെപ്പറ്റി ഒരിക്കലും മിണ്ടരുതെന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ റേയുടെയും ഇവയുടെയും സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് ഒരുപാട് ഫാമിലീസ് ഇവിടേക്ക് എന്തോ ഒരു പാർട്ടി ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു നീന്തൽ കുളത്തിലെ നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ അവരുടെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും വരുന്നത് കൊണ്ട് തന്നെ ഈസി ആണെങ്കിൽ അവളുടെ സുഹൃത്തുക്കളോട് ഇതേപോലെ ആ ഒരു കാമുകൻ ഇന്നലെ രാത്രി വന്ന അവളെ ഉമ്മ വെച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മുടെ ഏരിയറ്റിനെ കാണിക്കുമ്പോൾ ചെറുക്കന് മാത്രം ഇത്തിരി ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവരൊരു ക്യാമറയും വെച്ചിട്ട് നീന്തൽ കുളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവനിങ്ങനെ റെക്കോർഡ് ചെയ്യുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റേയുടെ അടുത്തേക്ക് ഒരു ചെറിയ പയ്യൻ വന്നിട്ട് റേയുടെ സുഹൃത്തിന്റെ മകൻ തന്നെയാണ്, അവൻ അന്നടിച്ച ആ ഒരു ബോൾ ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്ന് അവന്റെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനായിട്ട് അതിങ്ങനെ കാണിക്കുന്നതും അവനാണെങ്കിൽ ആ ഒരു ബോൾ വാങ്ങി തന്റെ സൈനിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ കുളത്തിൽ രണ്ടുപേരും നിന്ന് കളിക്കുന്നുണ്ട്. ഈ കുട്ടികളെ അവരുടെ തോളിലിരുത്തിയിട്ട് തള്ളി മറിച്ചിടുന്ന രീതിയിൽ ഒരു കളി അവർ കളിക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് റേ ഈ ഒരു പയ്യനോട് ചോദിക്കും ഏയ് അവർ കുറെ നേരമായിട്ട് കളിക്കുന്നുണ്ടല്ലോ, നമുക്ക് അവരെ പോയി തോപ്പിച്ചാലോ എന്ന് ചോദിച്ച് ഈ ഒരു പയ്യനെ കൊണ്ട് റേ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഏലിയേറ്റ് ഇവിടെ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അതേസമയം നമ്മുടെ ഇവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു സ്ത്രീ ഈ വീടിനെ പറ്റി എന്തോ ഒരു കാര്യം പറയാനായിട്ട് വരും. പക്ഷെ അവർ പറയും ഏയ് അത് സാരമില്ല, ഞാൻ ഇതെല്ലാം പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവ പറയും അങ്ങനെയല്ല, നിങ്ങൾ എന്തോ പറയാൻ വരുന്നുണ്ട്, ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു നീന്തൽക്കുളം അടച്ചിട്ടേക്കുമായിരുന്നു, എന്താണ് സംഭവിച്ചത് എന്നെല്ലാം ചോദിക്കുന്ന അതേ സമയത്ത് ഇവിടെ കുളത്തിൽ കാണിക്കുമ്പോഴത്തേക്കും റേയും ആ ഒരു പയ്യനും ഇവരിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തള്ളി മറിച്ചിടുന്നത് ആരെയാണെന്ന് നോക്കണം. അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്താണ് ആ ഒരു സ്ത്രീ ഇവയോട് പറയുന്നത് സോറി എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ആ ഒരു വീടാണ് ഇതെന്ന് എന്ന് പറയുമ്പോൾ ഇവ ചോദിക്കും അല്ല എന്താ കാര്യം, നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയും അതെ ഈ ഒരു വീട്ടിൽ പണ്ട് താമസിച്ചിരുന്ന റെബേക്ക എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഈ ഒരു നീന്തൽ കുളത്തിൽ വെച്ചിട്ട് അവളെ കാണാതായി എന്നിങ്ങനെ പറയുന്നതും ആ ഒരു പേര് കേൾക്കുമ്പോഴത്തേക്കാണ് ഇവ പെട്ടെന്ന് ഒന്നുകൂടി ചോദിക്കുന്നത് എന്ത് ആ ഒരു പെൺകുട്ടിയുടെ പേരെന്താ പറഞ്ഞത് ചോദിക്കുമ്പോൾ റെബേക്ക എന്ന് പറയുന്നതും
ഈ ഒരു പേരാണ് നമ്മുടെ ഏരിയറ്റും പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഈ ഒരു കുളത്തിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ ഈ ഒരു ഗെയിം കളിച്ച് റേ ഇങ്ങനെ പുറകിലേക്ക് നടന്ന ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് റേ ആണെങ്കിൽ വെള്ളത്തിനടിയിൽ മുങ്ങി പോകുന്നുണ്ട്. ആ ഒരു പയ്യനാണെങ്കിലും പറയും, സാർ അധികം താഴോട്ട് പോരുതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും റേ അങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളത്തിനടിയിൽ നിന്നും കറുത്ത എന്തോ ഒന്ന് അതങ്ങനെ വന്നിട്ട് റേയുടെ ശരീരത്തിനുള്ളിലേക്ക് കയറി പോകുന്നതും പെട്ടെന്ന് അവൻ എന്തോ ഒരു മാറ്റം സംഭവിച്ച് ഈ ഒരു പയ്യനെ കൂടി കൊല്ലാൻ വേണ്ടി ഇവൻ ആ ഒരു കുഴിയിലേക്ക് പതിയെ ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ ആ ഒരു പയ്യനെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിയിട്ട് അങ്ങനെ ആ ഒരു പയ്യനായാലും മരിക്കാറായ അവസ്ഥ. അതേസമയം നമ്മുടെ ഏലിയറ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു കാര്യം കണ്ടിട്ട് പെട്ടെന്ന് അവന്റെ അമ്മയെ വിളിച്ച് കാര്യം പറയുന്നതും ബാക്കി എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിച്ച് ഓടി വന്ന് ഇവരെ രണ്ടുപേരും വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വിടുന്നു. അങ്ങനെ രണ്ടുപേരും രക്ഷിച്ചു, ഒരു കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു പയ്യന്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് ഇവരോട് ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ മകൻ ഏകദേശം മുങ്ങി മരിക്കാറായി എന്നെല്ലാം പറഞ്ഞ് ഇവരെ വഴക്ക് പറയുമ്പോഴത്തേക്കും ഇവ പറയുന്നുണ്ട് റേയുടെ അവസ്ഥ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇനി ഞങ്ങളെ ഒരിക്കലും ഇവിടേക്ക് വിളിക്കരുതെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഈ ഒരു സംഭവം കൂടി ആവുന്നതും ഇവയാണെങ്കിലും നല്ല രീതിയിൽ പേടിച്ചിട്ട് ഇനി എന്തായാലും ഈ വീട്ടിൽ നിന്നൊരു കാര്യമില്ല, കാരണം ഇതിനു മുന്നേ ഒരു സ്ത്രീ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇവരെല്ലാവരെയും വിളിച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാവരെയും കാറിലേക്ക് വിളിച്ച് കയറ്റിയാണ്. മഴയും പെയ്യുന്നുണ്ട്. റേയും ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ച് കാറിനകത്തേക്ക് കയറ്റി കാർ അങ്ങനെ റിവേഴ്സ് എടുക്കുന്നതും ഇവിടെയാണ് മറ്റൊരു കാര്യം. കാർ ഈ ഒരു വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുന്ന സമയത്ത് റേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ്റെ ഒരു വല്ലാത്ത രീതിയിൽ ഛർദ്ദിക്കാനെല്ലാം തുടങ്ങുന്നു. അവനെ കൊണ്ട് കഴിയുന്നില്ല, അവന്റെ ആരോഗ്യം പെട്ടെന്ന് മോശമാവുന്ന ഒരു രീതി. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ അവനെ കൊണ്ട് വീണ്ടും വീടിനകത്തേക്ക് തന്നെ വരികയാണ്. അപ്പോഴാണ് അവൻ ഇത്തിരി ആശ്വാസമാവുന്നത്. അങ്ങനെ അത് കഴിയുന്നതും ഇവ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ വീടിനെ പറ്റി ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു വീട് നിർമ്മിച്ച ആ ഒരു കാലം മുതലേ ഇവിടെ താമസിക്കാൻ വന്ന ഒരുപാട് പേരും മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവയ്ക്ക് മനസ്സിലാവുന്നത്. അതുപോലെ അതിലൊരു കുടുംബം ഇവിടെ അടുത്ത് എവിടെയോ താമസിക്കുന്നുണ്ടുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നതും അവരെ കാണാനായിട്ട് അവൾ ഇങ്ങനെ പോവാണ്. അങ്ങനെ അവരുടെ വീട് കണ്ടുപിടിച്ച് ചെല്ലുമ്പോഴത്തേക്കാണ് അവരുടെ പേര് ഈവ എന്നാണ്. ഈ ഒരു സ്ത്രീയുടെ മകളാണ് റെബേക്ക എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആദ്യം മരിച്ച ആ ഒരു പെൺകുട്ടി. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ചെന്നിട്ട് ഇതെങ്ങനെ നിങ്ങളോട് ചോദിക്കണമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നതും ഓ ആ ഒരു വീടോ, ആ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലതായിരുന്നല്ലോ, എന്റെ മകൻ എപ്പോഴും ആ ഒരു വെള്ളത്തിൽ കളിക്കുമായിരുന്നു. അപ്പോൾ ഇവ ചോദിക്കും നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയില്ല ഞാനും എൻ്റെ മകൻ തോമസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും അവരെന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഇവിടേക്ക് വന്നത്, പക്ഷേ ആ വീട്ടിൽ താമസിച്ചതിന് ശേഷം ആ ഒരു നീന്തൽ കുളത്തിൽ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം എന്റെ ഭർത്താവിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ എനിക്കിപ്പോൾ ആ ഒരു വീട് വിട്ട് പോകാനും കഴിയുന്നില്ല, അവനെ എന്തോ പിടിച്ചു വെക്കുന്നത് പോലെ. അതുകൊണ്ട് എനിക്ക് സത്യം എന്താണെന്ന് അറിയണം, നിങ്ങളുടെ മകൾക്ക് എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നതും അവനെ ശരിയാക്കിയത് ആ ഒരു കുളമാണ്. അതുകൊണ്ട് ആ ഒരു വെള്ളത്തിൽ എന്തോ മോശമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതും അവരുടെയും ഫേസ് പെട്ടെന്ന് മാറിയിട്ട് അവർ പെട്ടെന്ന് ചുമയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് എഴുന്നേറ്റ് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളമെല്ലാം ഒഴിച്ച് നിങ്ങൾക്ക് അസുഖമുള്ളൊരു മകനുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ, അതിന് ചിലപ്പോൾ വെള്ളമാണ് അവനെ സഹായിക്കുന്നതെങ്കിൽ എന്നെല്ലാം പറഞ്ഞ് ഇവർ പെട്ടെന്ന് കരയുന്നതും ഇവരുടെ കണ്ണിൽ നിന്ന് കറുത്ത വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നു, ആ ഒരു കുളത്തിലെ വെള്ളം പോലെ. പക്ഷെ ഹീറോയിൻ അത് ഒരിക്കലും കാണുന്നില്ല. എന്നിട്ടാണ് അവർ ചെറിയൊരു സ്റ്റോറി ഇങ്ങനെ പറയുന്നത്. പണ്ട് ആ ഒരു സ്ഥലത്ത് ഒരു കുളം ഉണ്ടായിരുന്നു. ആ ഒരു കുളം അവിടെയുള്ള ആളുകൾ ഒരു രോഗശാന്തി കുളമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം ആ ഒരു കുളത്തിലെ വെള്ളം ആരെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ രോഗം പെട്ടെന്ന് തന്നെ മാറും. പക്ഷെ അതിന് പകരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ പ്രയാസമുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ആ ഒരു കുളത്തിന് ബലി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ വിചാരിക്കുന്നവരുടെ അസുഖം മാറത്തുള്ളൂ എന്നുള്ള കാര്യം ഇവരിങ്ങനെ പറയുന്നതും ഇപ്പൊ ഇവർ താമസിക്കുന്ന ആ ഒരു വീട്ടിലായാലും ഭൂഗർഭ ജലമാണല്ലോ ആ ഒരു നീന്തൽ കുളത്തിനകത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു കുളത്തിലെ വെള്ളമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതുമല്ലാതെ ആ വീട്ടിൽ താമസിക്കാൻ വരുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവും. അതുകൊണ്ട് മറ്റൊരാളെ ആ ഒരു കുളം ഒരു ബലിയായിട്ട് സ്വീകരിച്ച് അസുഖമുള്ള ആളെ ശരിയാക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു സ്ത്രീയും പറയുന്നത്. സത്യം പറഞ്ഞാല് ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. റെബേക്ക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അന്ന് വെള്ളത്തിൽ വീഴുന്ന സമയത്ത് അവളുടെ അനിയൻ ഈ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് തന്റെ സഹോദരിയെ രക്ഷിക്കാനായിട്ട് വെളിയിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നേ തന്നെ ഡോർ ആരോ പൂട്ടി. അതാരാണെന്ന് വെച്ചാല് ആ ഒരു പയ്യന്റെ അമ്മ, ഈ ഒരു സ്ത്രീ. കാരണം തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മകളെ ആ ഒരു നീന്തൽക്കുളത്തിലെ വെള്ളത്തിന് മനഃപൂർവ്വം ബലി കൊടുത്തതായിരുന്നു. എന്റെ മോനെ എന്തൊരു ദുഷ്ടയായിട്ടുള്ള സ്ത്രീയാണെന്ന് നോക്കണേ. എന്നിട്ട് അവര് പറയും ഇതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ടായിരുന്നു, നിങ്ങൾക്കും സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടി ഒരു ത്യാഗം അത് ആവശ്യമാണ് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഈ വട്ടുപിടിച്ച സ്ത്രീ എന്താ പറയുന്നുള്ള രീതിയിലാണ് അവളിങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ഹീറോയിൻ പെട്ടെന്ന് പറയും നിങ്ങൾക്ക് ഇത് നിർത്താനായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരാൻ പറയുന്നതും അവർ പെട്ടെന്ന് ചുമച്ചിട്ട്
അവരുടെ വായിൽ നിന്നല്ല ഈ ഒരു കുളത്തിലെ വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നു. അവിടെയുള്ള ചെറിയൊരു പൗണ്ടിലെ വെള്ളം എല്ലാം മാറിയിട്ട് ആ റൂം മുഴുവൻ വെള്ളം കൊണ്ട് ഇങ്ങനെ നിറയാൻ തുടങ്ങാണ്. ഹീറോയിൻ ആണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവൾ പെട്ടെന്ന് അവളുടെ ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് ഈ ഒരു കാര്യം വീട്ടിലേക്ക് വിളിച്ചു പറയണം. പക്ഷെ ഫോൺ എടുക്കുമ്പോഴത്തേക്കും ആ ബാഗിനുള്ളിലും വെള്ളം ആയതുകൊണ്ട് ഫോണും വർക്കാവുന്നില്ല. അതേസമയം ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോൾ റേ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവന്റെ ശരീരത്തിനുള്ളിൽ ആ ഒരു വെള്ളത്തിലെ പ്രേതം ഉണ്ടല്ലോ അതങ്ങനെ കയറുന്നതും അവന്റെ എല്ലാ രൂപവും മാറി അവൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏലിയറ്റിനെ കാണിക്കാണ്. ഏലിയറ്റ് കിച്ചണിലേക്ക് വന്നിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് ആ ഗ്ലാസ്സിലെ വെള്ളത്തിന് എന്തോ സംഭവിക്കുന്നത് പോലെ, അതുമല്ല ഇവരുടെ ആ ഒരു കാണാതായ പൂച്ചയുണ്ടല്ലോ അത് വെളിയിൽ നിന്ന് കരയുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ടിട്ട് അവൻ ആ ഒരു ഗ്ലാസ് അവിടേക്ക് വെച്ച് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു പൂച്ചയെ അന്വേഷിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് ആണെങ്കിൽ വീഴാറായിട്ട് ഇങ്ങനെ വരികയാണ്. അതുമല്ല ഇവനാണെങ്കിൽ അന്വേഷിച്ച് ആ ഒരു നീന്തൽക്കുളത്തിനടുത്തേക്ക് ചെല്ലുന്നതും അതിനകത്ത് ആ ഒരു പൂച്ച ഉള്ളതുപോലെ. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ ഓടി മറ്റൊരു വശത്തേക്ക് വന്നിട്ട് അതിൽ പൊങ്ങിക്കിടക്കുന്ന ആ ഒരു ബലൂൺ അടുത്തേക്ക് പിടിച്ച് അതിനകത്ത് പൂച്ചയുണ്ടോ എന്ന് നോക്കുമ്പോ അതിനകത്ത് ആ ഒരു പൂച്ചയില്ല. പകരം പെട്ടെന്ന് ആ ഒരു ബലൂണിൽ ഈ ഒരു പ്രേതം വന്ന് അതിന്റെ കൈ കൊണ്ട് ആ ഒരു ബലൂൺ അങ്ങ് പൊട്ടിക്കുന്നതും ഈ ഒരു ചെറുക്കം നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴും. അതേസമയം നമ്മുടെ ഇസി ആണെങ്കിൽ ഏലിയറ്റിനെ അന്വേഷിച്ച് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഏലിയറ്റ് വെള്ളത്തിലേക്ക് വീണിട്ട് അവൻ മുകളിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു പോളിന്റെ മൂടിയുണ്ടല്ലോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കറങ്ങി ഈ ഒരു പോൾ അങ്ങ് മൂടാൻ ശ്രമിക്കുന്നു. ഇസി ആണെങ്കിൽ വന്ന് പിടിച്ചിട്ട് അത് തിരിച്ച് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവളെ കൊണ്ട് കഴിയുന്നില്ല. അതേസമയം ഏലിയറ്റ് ആണെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് അറിയാൻ കഴിയുന്നില്ല. അവൻ മരിക്കോ ഇല്ലയോ എന്താണെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഇവ ഈസിയുടെ അടുത്തേക്ക് വന്ന് അത് പിടിച്ചിങ്ങനെ വലിച്ച് ഓപ്പൺ ചെയ്ത് വെള്ളത്തിലേക്ക് എടുത്ത് ഇങ്ങനെ ചാടുന്നതും ഇസിയാണെങ്കിൽ റേയെ വിളിക്കാനായിട്ട് വീടിന്റെ അകത്തേക്ക് ഓടി ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അച്ചാന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി വരുന്നതും ഏലിറ്റ് വെള്ളം കുടിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഗ്ലാസ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് താഴേക്ക് മറിഞ്ഞു വീണ് അവൾ അതിൽ ചവിട്ടി താഴേക്ക് വീഴുന്നത് അവളുടെ കൈയും കാലെല്ലാം മുറിയുകയും ചെയ്യും. അതേസമയം ഇവിടെ ഇവ വെള്ളത്തിനടിയിലേക്ക് ചെന്നിട്ട് വെള്ളത്തിനടിയിൽ ഒരു ടാർപ്പ് അടപ്പുണ്ട് അതങ്ങനെ മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് അടിയിൽ വലിയൊരു കുഴിയുള്ളതുപോലെ. അങ്ങനെ അത് കാണുന്നതും ഇതിനടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഒരു ട്യൂബ് ആവശ്യമാണ്. അതുകൊണ്ട് ഈ കരയിൽ കിടക്കുന്ന ആ ഒരു ട്യൂബ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ആ ഒരു ട്യൂബും പിടിച്ച് അവൾ നേരെ വെള്ളത്തിനടിയിലേക്ക് പോകും. അതേസമയം ഇവിടെ ഇസയെ കാണിക്കുമ്പോൾ ഇസ അങ്ങനെ അവളുടെ കയ്യിൽ ആ ഒരു ഗ്ലാസ് എല്ലാം ഇങ്ങനെ ഊരി മാറ്റി റൂമിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും റേ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവൾ പറയും അച്ഛന്റെ സഹായം നമുക്ക് ആവശ്യമാണെന്ന് പറയുന്നതും അവൻ പറയും ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഇസ, എന്താ കാര്യം എന്ത് പറ്റിയെന്ന് ചോദിച്ചു അവൻ അടുത്തേക്ക് വരുന്നതും അവന്റെ കണ്ണിൽ നിന്നെല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകുന്നു. അതേപോലെ തന്നെ അവൻ വരുമ്പോഴത്തേക്കെല്ലാം അവന്റെ അടുത്ത് നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവള് താഴേക്ക് നോക്കി മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ദേ അവനെ കാണാനില്ല. അങ്ങനെ അവള് പെട്ടെന്ന് ഞാൻ എന്തായാലും ഹെൽപ്പിന് വേണ്ടിയിട്ട് പോലീസിനെ വിളിക്കാൻ പോവാണ് എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് ഇങ്ങനെ കുത്തുമ്പോഴത്തേക്കാണ് അവൻ അടുത്തേക്ക് വന്നിട്ട് അത് ചെയ്യരുതെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു ഒരു ഒറ്റയടി. എന്നിട്ട് അവൻ പതി അവളുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവൾ പറയും അച്ഛൻ നമുക്ക് സഹായം ആവശ്യമാണെന്ന് പറയുമ്പോൾ അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്, എനിക്ക് സഹായം ആവശ്യമാണ്. അതേ മോളെ നമുക്ക് ഇതിനു മുന്നേ തന്നെ സഹായം കിട്ടിയിട്ടുണ്ട്. ഏലിയറ്റിന്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതാണ് നല്ല വഴി. എന്താണെന്ന് വെച്ചാൽ ഏലിയറ്റിനെ കൊന്നിട്ട് ആ ഒരു പ്രേതത്തിന് റേയുടെ ശരീരത്തിൽ ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്. അപ്പോഴേക്കും അവള് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നതും അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോകുന്ന സമയത്ത് അവളുടെ മുടിയുടെ കുറച്ച് ഭാഗം പിഴുതം കയ്യിൽ വരും. അങ്ങനെ അവളാണെങ്കിലും വെളിയിലേക്ക് ഓടി ഇങ്ങനെ വരുന്നതും ഇവിടെ നമ്മുടെ ഇവയെ കാണിക്കുമ്പോൾ ഇവയാണെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ അത് അവസാനിച്ചു, ഇനി അങ്ങോട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ട്യൂബിൽ നിന്നും കുറച്ച് ഓക്സിജൻ അങ്ങനെ വലിച്ചെടുത്തിട്ട് താഴേക്ക് അങ്ങനെ ഒരുപാട് ദൂരം പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഏലിയറ്റിനെ അങ്ങനെ കാണുന്നു. അങ്ങനെ അവനെ കാണുന്നതും താഴേക്ക് വന്നിട്ട് അവനെ എടുത്ത് മുകളിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു മൊട്ടത്തലയും പ്രേതം ഉണ്ടല്ലോ അത് വന്ന് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു. അതേപോലെ തന്നെ ഇതിനു മുന്നേ ഒരു നീന്തൽക്കുളത്തിൽ വീണ് മരിച്ച അത്രയും പേരുടെ ആത്മാക്കളും അവളെ വലിച്ച് അകത്തേക്ക് കൊണ്ടുവരട്ടെ ഇങ്ങനെ ശ്രമിക്കുകയാണ്. അതും പലയിടങ്ങളിൽ നിന്നും ഒരുപാട് ആത്മാക്കള്. ഇതെല്ലാം കാണുന്നതും ഇവയ്ക്കാണെങ്കിൽ അത്രയും പേടിയായി. അവൾ അങ്ങനെ എല്ലാവരുടെയും പിടി വെട്ടിച്ച് നേരെ മുകളിലേക്ക് നീന്തി വരുമ്പോൾ ഇപ്പോൾ അവൾക്ക് വഴി അറിയാൻ കഴിയുന്നില്ല. കാരണം ഇത്രയും ദൂരം താഴേക്ക് വന്നതല്ലേ. അതുകൊണ്ട് അവൾക്ക് വഴി അറിയാൻ കഴിയാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് റെബേക്ക എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഗോസ്റ്റ് ഇങ്ങനെ വരുന്നു. എന്നിട്ടാണ് ഏലിയറ്റിന്റെ കയ്യിൽ നിന്നും അന്ന് കളഞ്ഞുപോയ ഒരു നാണയം സ്മൈല് വരച്ചിട്ടുള്ള ആ ഒരു നാണയം അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അതിങ്ങനെ വിടുന്നതും പെട്ടെന്ന് എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ പ്രയത്നം ഇവരെ സഹായിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കായിട്ടുള്ള ആ ഒരു വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും ഇവ ആ ഒരു വഴി കണ്ടുപിടിച്ച് ഏലിയറ്റിനെ കൊണ്ട് നേരെ മുകളിലേക്ക് വരും. എന്നിട്ട് അവനെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് അവിടേക്ക് റേ ഇങ്ങനെ വരുന്നു. അപ്പോൾ പറയുന്നുണ്ട് റേ നമുക്ക് ഇവനെ രക്ഷിക്കണം, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചായിട്ട് ഇവയ്ക്ക് അറിയത്തില്ലല്ലോ. അപ്പോഴേക്കാണ് റേ വന്നിട്ട് പറയുന്നത് അതേ സ്നേഹത്തിന് ത്യാഗം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവാതെ പ്ലീസ് ഹണി നമ്മുടെ മകനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, അവന് സഹായം ആവശ്യമാണെന്ന് പറയുന്നതും അവൻ അങ്ങനെ അവളുടെ കഴുത്തിൽ പിടിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊക്കി നിർത്തിയേക്കാണ് അവളെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഈസ പുറകിലേക്ക് വന്ന് അവന്റെ കാലിലേക്ക് ബേസ്ബോൾ ബാറ്റ് ഉണ്ടല്ലോ അത് വെച്ചൊരു ഒറ്റയടി താഴെ വീഴുന്നതും അവന്റെ മുഖത്തേക്ക് 2 അടി അടിച്ചിട്ട് അവന് താഴെയിട്ട് ഇങ്ങനെ അടിക്കുന്നതും അവന്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു വെള്ളമെല്ലാം താഴേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാൽ പതിയെ ആ ഒരു ഗോസ്റ്റ് അവന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു.
എന്നിട്ട് അവള് പറയും, അച്ഛാ നിങ്ങൾ തിരിച്ചു പറഞ്ഞ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്തുകൊണ്ട് അതിനെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നല്ല പറയുന്നതും. ഹീറോ ആണെങ്കിൽ ഒരുപാട് ശ്രമിച്ച് ആ ഒരു ഗോസ്റ്റ് ഇപ്പോ പൂർണ്ണമായിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും അവനിപ്പോ കുഴപ്പമില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എലിറ്റ് വെള്ളത്തിലേക്ക് വീണതുകൊണ്ട് അവന്റെ ശരീരത്തിൽ ഇപ്പൊ ആ ഒരു ഗോസ്റ്റ് കയറി എന്നിട്ട് അവനെ കൊല്ലാണ്ടിങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേസമയം നമ്മുടെ റേ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു നീന്തൽ കുളത്തിനകത്ത് ഈ ഒരു ഗോസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ കറുത്ത നിഴലെല്ലാം ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അവന് മനസ്സിലായി ആരെങ്കിലും ഒരാൾ ത്യാഗത്തിന് തയ്യാറായി കഴിഞ്ഞാലേ ഒരാളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഏലിറ്റിനെ രക്ഷിക്കാൻ വേണ്ടി റേ പതി ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അവരോട് പറയും, ഇതല്ലാതെ നമുക്കിപ്പോ വേറെ മാർഗമില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി തിരിഞ്ഞു നോക്കരുത്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ പതി ആ ഒരു വെള്ളത്തിനകത്തേക്ക് നടന്നിങ്ങനെ ഇറങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ സ്വയം ആ ഒരു ത്യാഗം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് വെള്ളത്തിലേക്ക് പോകുന്നതും പെട്ടെന്ന് ആ ഒരു വെള്ളത്തിലെ ഗോസ്റ്റ് അവനെ വലിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതോടെ ഇപ്പൊ ഏലിറ്റിനൊരു കുഴപ്പമില്ല. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ കാണിക്കുമ്പോൾ ഇവരുടെ കയ്യിലുള്ളത് റേ എടുത്തു വെച്ചിരിക്കുന്ന പഴയ വീഡിയോസും മറ്റു കാര്യങ്ങളും മാത്രമാണ്. അതെല്ലാം വെച്ചിട്ട് ഇവർ ഒരുപാട് നേരം നോക്കി. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇവരിപ്പോ ഈ ഒരു വീട് വിട്ട് പോകാനായിട്ട് പോവാണ്. അങ്ങനെ അതിനെപ്പറ്റി ഇവർ മൂന്നുപേർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇവ പറയുന്നത്, നമുക്ക് എപ്പോ ആണെങ്കിലും ഈ ഒരു വീട് വിട്ട് പോവാം, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എലീറ്റ് പറയും, പക്ഷേ ഇനി ഒരിക്കലും ഒരു ഫാമിലിക്ക് ഇതുപോലെ സംഭവിക്കരുത്, കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റൊരു ഫാമിലി ഇവിടേക്ക് വരും, അവർക്ക് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരിക്കലും സംഭവിക്കാനായിട്ട് നമ്മൾ ഇനി അനുവദിക്കില്ല എന്ന് പറയുന്നതും കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ആ നീന്തൽ കുളത്തിലേക്ക് കുറെ മണ്ണുണ്ടെങ്കിൽ ഇടുകയാണ്. എന്താണെന്ന് വെച്ചിട്ട് ആ ഒരു നീന്തൽ കുളം മൂടിയിട്ടാണ് ഇവർ ഈ ഒരു വീടും വിറ്റ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ഒരു ഫാമിലി ഇവിടേക്ക് വന്നാലും ഈ ഒരു നീന്തൽ കുളം അവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് മറ്റൊരു ഫാമിലിക്ക് ഈ ഒരു അവസ്ഥ ഒരിക്കലും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു മുട്ടത്തലയും പ്രേതത്തിന് ഇനി മറ്റുള്ളവരെ കൊല്ലാനും കഴിയത്തില്ല. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൂവി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവി ആയിട്ട് വരുന്നത് വരെയും ബൈ.